ഹായ് ഹലോ. ഇന്ന് നമ്മൾ എറണാകുളത്തുനിന്ന് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കോട്ടയം റൂട്ടുള്ള ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, പിന്നെ മലങ്കര ഡാം, 3 സ്ഥലത്താണ് ഞാൻ പോകാനുള്ള പ്ലാൻ ചെയ്തത്. രാവിലെ എണീറ്റ് പോകാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഉറങ്ങി എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. ഇതിപ്പോൾ ഞാൻ എരൂര് വഴിയാണ് പോകുന്നത്. ഇത് നേരെ ഇപ്പോൾ കണക്റ്റ് ആവുന്ന തൃപ്പൂണിത്തറയാണ്. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് എടുത്ത് ഒരുപാട് ഡ്യൂറേഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടാണ് എഡിറ്റ് ചെയ്തത്. ഇതിപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ടൈം 8:30 ആ ടൈം ആയിരുന്നു. വെയിലൊക്കെ ജസ്റ്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത്ര ബ്ലോക്ക് ഉണ്ടായില്ല. ഇതിപ്പോൾ എരൂര് വഴി ആയതുകൊണ്ടാണ് ബ്ലോക്ക് കുറവ്. നമ്മുടെ ഹൈവേ വഴിയൊക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്ക് കിട്ടിയേനെ. ഇതിപ്പോൾ നേരെ കണക്റ്റ് ആവുന്ന തൃപ്പൂണിത്തറ നമ്മുടെ ഇരുമ്പലം അവിടെയാണ് ടച്ച് ആവുന്നത്. അപ്പോൾ നല്ല രസമാണ്, രാവിലെയൊക്കെ പോകാൻ നല്ല രസമാണ്. പക്ഷേ ഇച്ചിരി കൂടെ വെളുപ്പിന് പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിട്ട് വീഡിയോസിൽ കിട്ടിയേനെ. ഇതിപ്പോൾ ഒരു 8:30 ടൈം ആയതുകൊണ്ടാണ് ചെറിയതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സിഗ്നലിൽ എത്താറായി. സിഗ്നലിൽ ഒരു കുറച്ച് പോസ്റ്റ് കിട്ടിയായിരുന്നു. രാവിലെ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇരുമ്പനം സിഗ്നലിൽ നിന്ന് നമ്മുടെ കരിങ്ങാച്ചിറ വഴിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് പെട്രോളും കൂടെ അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടൊരു ഇന്ത്യൻ ഓയിൽ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഇന്ത്യൻ ഓയിലാണ് അടിക്കുന്നത്. ഭാരതിൻ്റെ പെട്രോൾ പമ്പ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഇന്ത്യൻ ഓയിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതായിരുന്നു തോന്നിയത്. ഇവിടുന്ന് അത്യാവശ്യം ബ്ലോക്ക് കിട്ടിയായിരുന്നു. ഇതിപ്പോൾ കരിങ്ങാച്ചിറ ജംഗ്ഷൻ ആയി. ഇവിടെ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് പിടിച്ച് നമ്മുടെ ഹിൽ പാലസ് റൂട്ടാണ് പോകുന്നത്. ഹിൽ പാലസ് ഉണ്ട് ഇവിടെ, നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ്. പക്ഷെ എനിക്കത് കറക്റ്റ് വീഡിയോയിൽ കിട്ടിയില്ല. അതിൻ്റെ സൈഡിൽ മതിലാണിത്, അതിൻ്റെ അകത്താണ് മറ്റേ ഹിൽ പാലസ്. അറിയാം, എറണാകുളം എല്ലാവർക്ക് പുറത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇതിപ്പോൾ തിരുവാങ്കുളം ജംഗ്ഷനായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് പിടിച്ചിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് റോഡാണ്. ഞാൻ ആദ്യത്തെ ലൊക്കേഷൻ മലങ്കര ഡാമിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇലവീഴ, പൂഞ്ചിറ. പിന്നെ അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉള്ളൂ ഇല്ലിക്കൽ കല്ല്. അപ്പോൾ ഇതിപ്പം നമ്മൾ മലങ്കര ഡാമിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ നല്ല റൂട്ടാണ്. ഇവിടെ റോഡൊക്കെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ടുള്ള റോഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി റോഡാണ്.
ഇതിപ്പോൾ കോലഞ്ചേരി റൂട്ടാണ് ഞാൻ പോകുന്നത്. തൊടുപുഴ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു റൂട്ടാണ് പോകുന്നത്. വേറെ റൂട്ട് ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയ വഴിയാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ അത്യാവശ്യം തിരക്കുമില്ല, വലിയ ബഹളവുമില്ല. ഒരു സൈലൻ്റ് ഏരിയ അങ്ങനെയൊക്കെ ഒരു റൈഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് ക്രൗഡുള്ള ഏരിയയിലോട്ടൊക്കെ എനിക്ക് പോകും. ഞാൻ മാക്സിമം ട്രിപ്പ് പോകുവാണെങ്കിലും മാക്സിമം ഒരു ഉള്ള ഏരിയ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഇതിൽ ഞാൻ പോകാറുള്ളൂ കൂടുതലും. എനിക്ക് ട്രാഫിക്കൊന്നും അധികം പറ്റത്തില്ല എന്നല്ല, എനിക്ക് അതിനേക്കാളൊരു വൈബ് എനിക്ക് തോന്നിയത് ഈ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ റൈഡ് പോകുന്നതാണ്. ഇതിപ്പോൾ തൊടുപുഴ റൂട്ടാണ് ഞാൻ ഇപ്പോൾ പിടിക്കുന്നത്. തൊടുപുഴ കോലഞ്ചേരി. ഇപ്പം ഇവിടെ നിന്നൊരു 5-10 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ കോലഞ്ചേരിയിലോട്ട്. ഇതിപ്പോൾ നേരെ മലങ്കര ഡാമിലോട്ടാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ മലങ്കര ഡാം ഇവിടുന്ന് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 1 ഹവറിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഇതിപ്പോൾ ഒരു സിഗ്നലാണ്. ഇവിടുന്ന് റൈറ്റ് പിടിച്ചാണ് പോകേണ്ടത്. ഇതിപ്പോൾ കോട്ടയം ബോർഡറായി, നമ്മൾ കോട്ടയം കയറി. ഇപ്പോൾ ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്ററും കൂടി ഉണ്ട് മലങ്കര ഡാമിലോട്ട്. ഇപ്പോൾ ഇവിടെയും ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല വ്യൂസ് കിട്ടിയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാൻ. പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കുമായി. ഞാൻ പറയാം, എനിക്ക് ഈ ബ്ലോക്കുള്ളത് ഇങ്ങനെ റൈഡ് പോകുമ്പോൾ ബ്ലോക്ക് കിട്ടുന്നത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പിന്നെ അത്യാവശ്യം ഇപ്പം രാവിലെ ആകുമ്പോൾ ഒരു ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി ഇവിടെ. പിന്നെ ബ്ലോക്കൊക്കെ മാറി ഇതിപ്പോൾ ഒരു പാലമൊക്കെ കയറി തൊടുപുഴ റൂട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതൊക്കെ നല്ല വ്യൂസാണ് ഇവിടെയൊക്കെ. ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് കുറവായിരുന്നു. തൊടുപുഴ എത്തി. തൊടുപുഴയിൽ നിന്ന് റൈറ്റ് പിടിച്ച് നേരെ മലങ്കര ഡാം. ഇവിടെ നിന്ന് ഇനി സ്ട്രെയിറ്റാണ്. അങ്ങോട്ട് നല്ല റോഡാണ് എന്ന് വിചാരിക്കാം. എനിക്ക് ഈ എറണാകുളം കഴിഞ്ഞപ്പോൾ ഈ തൊടുപുഴ ഇങ്ങോട്ടൊക്കെ നല്ല റോഡാണ്. ഇവരുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി റോഡാണ്. അതുകൊണ്ട് റൈഡൊക്കെ പോകാൻ വേണ്ടി യൂസബിളായിട്ടുള്ളൊരു വഴിയാണ്. ഇതിപ്പോൾ ഞാൻ മലങ്കര ഡാമിൻ്റെ ബാക്ക് വ്യൂവിലോട്ടാണ് ആദ്യം പോയത്. സത്യം പറഞ്ഞാൽ വഴി മാറി കയറിയതാണ്. ഞാൻ ആദ്യത്തെ ബോർഡ് നോക്കിയില്ല, മലങ്കര ഡാം ഞാൻ കണ്ടില്ല. ഇത് മലങ്കര ഡാമാണെന്ന് വിചാരിച്ച് ഇങ്ങോട്ടാണ് വന്നത്. ഇതിപ്പോൾ നേരെ പോകുന്നത് ഇതിൻ്റെ ബാക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്യാവശ്യം റബ്ബറും മൊത്തം ചുറ്റും റബ്ബറാണ്. നല്ല തണുപ്പായിരുന്നു. ഈ ഒരു വെയിലുള്ള സമയത്തും ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിട്ട് പോലും അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അത്യാവശ്യം ഇതിപ്പോൾ നേരെ ഇവിടുന്ന് ഡാമിൻ്റെ ബാക്ക് വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വണ്ടിയൊക്കെ അലോഡാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ എടുത്ത്. പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് വ്യൂസ് ക്യാമറയിൽ എടുക്കാമെന്ന് വിചാരിച്ച്. ബാക്ക് വ്യൂ എങ്കിൽ ബാക്ക് വ്യൂ നോക്കാമെന്ന് വിചാരിച്ച്. അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് ഇവിടെ നിന്ന് ഇപ്പം ഞാൻ വന്ന മെയിൻ റോഡ് ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ലെഫ്റ്റായിരുന്നു. ഞാൻ ഈ ഗൂഗിൾ മാപ്പ് എന്നെ ജസ്റ്റ് ഒന്ന് ചതിച്ചതാണ്, ലെഫ്റ്റ് മാറിപ്പോയി.
ഫസ്റ്റ് ലെഫ്റ്റാണ് എടുത്ത്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം. എത്ര ജി പേ ചെയ്യാൻ പറ്റുമോ അതോ ക്യാഷ് 20? ഇവിടെ 25 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ ഗൂഗിൾ പേ ഒന്നും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഇപ്പോൾ ഒരു ഗൂഗിൾ പേ ഒക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് അത്യാവശ്യം ഒത്തിരി പേര് വരുന്നുണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് അടച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണൊന്ന് ടൂറിസ്റ്റായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വിട്ടത്. ഇതിപ്പോൾ നമ്മളിവിടെ ഇവിടെ നമ്മൾ ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞ് KSRTCയിൽ അത്യാവശ്യം ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ 2-3 KSRTC ആയിട്ട് മലങ്കര ഡാം അവർ ഇതുപോലെ പ്ലാൻ ചെയ്തതാണ്. 1 ഡേ ട്രിപ്പാണ്. മലങ്കര ഡാമും ഇലവീഴ പൂഞ്ചിറ KSRTCയുടെ തന്നെ ഒരു സർവീസാണ്. ഇവിടെ ക്യാമറ അലോഡല്ല. ക്യാമറ, ഡ്രോൺസ് ഇതൊക്കെ അവർ നിരോധിച്ചിട്ടാണുള്ളത്. എന്നാലും ഞാൻ അത്യാവശ്യം വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ അപ്പം തന്നെ പോയായിരുന്നു. വെറുതെ വള്ളിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ ഡാമിൻ്റെ അവിടെ എത്തി. ഇതാണിപ്പോൾ ഡാമിലെ വ്യൂ, വെള്ളം പോകുന്ന വ്യൂ. അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി വെയിലുണ്ടായതുകൊണ്ട് എനിക്ക് ഒരു ഇതായിരുന്നില്ല. കുറച്ച് നല്ലൊരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ കളർഫുള്ളായേനെ. ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരൊക്കെ നമ്മുടെ KSRTC ഉല്ലാസയാത്രയിലെ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ക്യാമറ വെച്ച് എന്തുവാ കാണിക്കുന്നതെന്ന്. എല്ലാവരും മുഖഭാവമൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ലൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായി. ഇതാണിപ്പോൾ ഡാമിലെ വ്യൂസ്. ഇച്ചിരി നടക്കാനുണ്ട്, എന്നാലും അടിപൊളിയാണ്. നടക്കാനൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസിനൊക്കെ പറ്റിയ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്, ഇലവീഴ പൂഞ്ചിറ. അത് ഇവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം നല്ല റോഡായിരിക്കും. ഇലവീഴ പൂഞ്ചിറ ഞാൻ പോയിട്ടുണ്ട്, 2-3 വട്ടം പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്, നടന്നില്ല. അപ്പോൾ അത്യാവശ്യം വെയിൽ വന്നു, 10 മണിയൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറ ഏകദേശം ആവാറായി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ ഹെയർ പിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബസ്സൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. അവരാകുമ്പോൾ ഇങ്ങനെ വൈഡായിട്ട് വളച്ചിട്ടല്ലേ ബസ്സിനൊക്കെ ഹെവി വണ്ടിക്കൊക്കെ വളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് എല്ലാവരും സേഫായിട്ട് പോകണം. അതോ 1 ഡേ ട്രിപ്പൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ഈ ഒരു മഴക്കാലം, മൺസൂൺ അങ്ങനെ ഒരു ടൈമിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വെയിലാകുമ്പോൾ കൊള്ളാം, വ്യൂസൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു ടയേർഡാവും വെയിലാകുമ്പം. ഇനിയിപ്പോൾ ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് ഇവിടെ ഒത്തിരി നടക്കാനുണ്ട്. ജീപ്പ് സർവീസ് ഉണ്ട്, എന്നാലും നടന്നു പോകുന്നവരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടയേർഡാവും. ഇതിപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറ ഏകദേശം ആവാറായി. അടുത്തൊരു കള്ള് ഷോപ്പൊക്കെ ഉണ്ട്. കള്ള് ഷോപ്പ് ഇവിടെ അധികം ഉള്ളേരിയ ആയതുകൊണ്ട് കള്ള് ഷോപ്പ് അത്യാവശ്യം റബ്ബർ തോട്ടൊക്കെയാണ് കൂടുതലും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റയുടെ X3 ക്യാമറയാണ്. പിന്നെ ഞാൻ ഓരോ ആംഗിളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും നോക്ക് ഇവനെന്തോ ഈ കാണിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇലവീഴ പൂഞ്ചിറ ആയി. ഇതാണിപ്പോൾ ഇലവീഴ പൂഞ്ചിറയുടെ ഒരു ടോപ്പിലെത്തി നമ്മൾ. എത്തി. അങ്ങനെ ഇവരുടെ പാർക്കിംഗ് ആണ്. പക്ഷേ എനിക്കിവിടെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് പോകുന്നതിനൊരു താല്പര്യം ഉണ്ടായില്ല, ഹെൽമെറ്റ് എല്ലാം. അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് വിട്ടു. ജസ്റ്റ് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. പക്ഷേ ഇത് വലിയ ഓഫ് റോഡല്ല, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ മുകളിൽ ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ജീപ്പ് പോകുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ജീപ്പ് സർവീസാണ്. ചാർജ് പെർ ഹെഡ് എത്രയാണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നമ്മളതിന് മുകളിലോട്ട് നടന്നാണ് പോകേണ്ട വ്യൂസ്. അപ്പം വണ്ടിയുടെ പരിപ്പളകിയ പോലെയാണെന്ന് ഇപ്പോൾ എനിക്ക് പിന്നീട് തോന്നി, വേണ്ടായിരുന്നു, ആവേശത്തിൽ എടുത്തും പോയി പിന്നെ ഇനി തിരിച്ചും പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ഞാനങ്ങ് എടുത്ത്. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗാണെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം 2-3 ബൈക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹെൽമെറ്റ് ബാഗൊക്കെ സേഫ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ച്. അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല ചൂടും. അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ ഊരി വെച്ചിട്ട് മുകളിലോട്ട് കയറിയത്. വ്യൂസൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല കോട കിട്ടുന്നതാണ്, പക്ഷെ ഇന്ന് നല്ല വെയിലായിപ്പോയി. എന്ത് പറയാനാ, സമയം തെറ്റി ഇറങ്ങിപ്പോയി എന്ന് പറയാം. പക്ഷെ ഞാൻ ഇവിടെ താഴേക്ക് അന്വേഷിച്ചപ്പോൾ താഴത്തെ കടയിൽ ചേട്ടനൊക്കെ പറഞ്ഞ് ഇവിടെ വൈകിട്ടൊക്കെ അത്യാവശ്യം മഴ ആ ടൈമൊക്കെ ആകുമ്പോൾ നല്ല കോടയൊക്കെ കിട്ടുന്ന പറഞ്ഞു. പക്ഷേ ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങോട്ട് പോരായിരിക്കുന്നതാണ് ബെറ്റർ. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നടന്നു എൻ്റെ ഊപ്പാടുള്ളതെന്ന് വേണം പറയാം. ഒരു ആവേശത്തിന് ഇറങ്ങിയും പോയി, പിന്നെ ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡായിട്ട് ഒന്നും നോക്കിയില്ല, കയറി. ഇതാണ് അവിടെ ഒരു തടാകമുണ്ട്, ഇലവീഴ പൂഞ്ചിറയുടെ മെയിനാണത്. ഞാൻ അങ്ങോട്ട് പോകുമ്പം ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ മുകളിലൊരു വ്യൂ ആണ്, രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനത് കുറച്ച് ഓടാമെന്ന് വിചാരിച്ച്. ഒരു 50 മീറ്റർ ഓടുമ്പോഴേക്കും പറയണ്ടല്ലോ, തളർന്നു. അങ്ങനെ കാർന്നെടുത്തൊക്കെ കുറച്ച് റെസ്റ്റ് എടുത്ത് വ്യൂസൊക്കെ എടുത്ത് ഏറ്റവും ടോപ്പിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ മാക്സിമം ഇവരുടെ ഒരു ടവറുണ്ട്, അവിടെ ഉള്ളൊരു വ്യൂസും കൂടെ എടുത്തിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ച്. ഈ ഒരു കാണുന്ന സ്ഥലത്താണ് നമ്മുടെ സൗബിൻ്റെ പടം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു, ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് സിനിമ കിട്ടുക. ഇവിടെ വെച്ചാണ് മൊത്തം ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ അകത്താണ് അവരുടെ സൗബിൻ്റെയും മറ്റൊരു നടനും ഉണ്ടായിരുന്നല്ലോ, പേര് ഞാൻ മറന്നുപോയി. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ ആണ്. വ്യൂസൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെയും ഇതിൻ്റെ അകത്ത് കയറണമെന്ന് തോന്നി. ഇതിപ്പോൾ ഇവിടെയാണ് ആ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ വ്യൂ ഒക്കെ, അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും ഷോയൊക്കെ കാണിച്ചിട്ട് ഇനിയിപ്പോൾ ഇത്രയും തിരിച്ച് നടക്കണം. അയ്യോ, കയറിയപ്പോൾ തന്നെ തളർന്ന്, ഇനിയിപ്പോൾ ഇറങ്ങും വേണം. അതും ഒന്നാമത് ഈ വെയിലും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും തളർന്നത്. ഇനി ഇവിടെ നിന്നൊരു വ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതും അടിപൊളിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ ജീപ്പ് സർവീസാണ്. ടിക്കറ്റ് എടുത്തവരൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ, തളർന്നായിരുന്നു. പിന്നെ തിരിച്ചു പോയി. ഇനിയും കുറച്ച് നടക്കാനുണ്ട് താഴോട്ട്.
നടന്ന് താഴെ എത്തി. താഴെ നിന്ന് ഞാൻ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് കേട്ടോ പിന്നെ പോയത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തടാകമുണ്ട് ഇലവേഴ പൂഞ്ചിറയുടെ. ഇവിടെ ഒരൊറ്റ ഇലയില്ല, അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ വെള്ളം. കുടിവെള്ളത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല വീണാലും ഇവിടുത്തെ കാറ്റ് അതെടുത്ത് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്തൊരു കടയത്തെ ചേട്ടൻ പറഞ്ഞ കേട്ടോ. പക്ഷേ കറക്റ്റാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ഇല പോലും ഉണ്ടായില്ല ഞാൻ പോയ ടൈമിൽ. നല്ല നീറ്റായിരുന്നു വെള്ളം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാലുണ്ടായിരുന്നു, കാനാൻ തോട് പാലം എന്ന് പറഞ്ഞ്. ഞാൻ അവിടെയും പോയി നോക്കി. പക്ഷേ വേനൽക്കാലമായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ അധികം വെള്ളമൊന്നും ഉണ്ടായില്ല. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ മഴക്കാലത്തൊക്കെ അടിപൊളിയാവുമെന്നാണ് ആയിരിക്കും. കൊള്ളാം, ഇത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ നേരെ അതിന് അടുത്ത ലൊക്കേഷൻ ഇല്ലിക്കൽ കല്ലാണ്. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂസായിരുന്നു. നല്ലൊരു ഫോറസ്റ്റ് ഏരിയയും നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു. പിന്നെ അറിയാലോ, എനിക്ക് വെയിലൊരു വില്ലനായിരുന്നു. പോരാത്തതിന് ഈ ജാക്കറ്റ് വിട്ടിട്ട് ഉമ്മാതിരി ചൂടുമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ വരാനുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഒരു കോടയുള്ള ടൈമിലും മഴക്കാലം ഡിസംബർ ജൂലൈ ആ ഒരു ടൈമിലൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ ഇലവേഴ പൂഞ്ചിറയിൽ വെച്ച് ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ എന്ത് രസമല്ലേ ഈ റോഡ്, ഭയങ്കര സൈലൻ്റ് ഏരിയ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സൈലൻ്റ് ഏരിയയിലൊക്കെ പോകാൻ. നല്ല രസമാണ്. അധികം വണ്ടികളൊന്നും ഇല്ല, തിരക്കുമില്ല. അപ്പം അങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ഒരു ബസ് വന്ന് എനിക്ക് തോന്നുന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട്. മുകളിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മുടെ KSRTC നേരത്തെ പറഞ്ഞല്ലോ, ഉല്ലാസയാത്ര, അവരും ഈ ഒരു ഇങ്ങോട്ടേക്ക് ട്രിപ്പ് അടിക്കുന്ന ഒരു സർവീസാണ് KSRTCയുടെ. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ഇല്ലിക്കൽ കല്ല്. അങ്ങനെ എത്താറായി. ഇനി ഒരു 2-2.5 കിലോമീറ്ററും കൂടെ ഉണ്ട്. അങ്ങനെ ലൊക്കേഷനിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ KSRTC ബസ്സൊക്കെ എനിക്ക് മുന്നേ വന്നെന്ന് തോന്നുന്നു ഇവിടെ. പോകുമ്പോൾ തന്നെ വ്യൂസ് കണ്ടോ നിങ്ങൾ, സൈഡിലുള്ള അടിപൊളിയായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ട്, നല്ലപോലെ തിരക്കുണ്ട്. വണ്ടി ഒരു സൈഡാക്കി വെച്ചിട്ട്, പിന്നെ ഇവിടെ കുറച്ച് ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഇടിയും മിന്നലുള്ള സമയത്തൊന്നും വരാൻ പാടില്ല. പിന്നെ ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയാണ്. പിന്നെ ജീപ്പിന് 60 രൂപയാണ് റിട്ടേൺ അടക്കം. നമ്മളവർ മുകളിൽ കൊണ്ടുവച്ചിട്ട് താഴോട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവിടും. 60 രൂപയാണ്. പക്ഷേ ഞാൻ ജീപ്പ് എടുത്തില്ല. നടന്ന് വ്യൂസ് അറിയണം എന്നുള്ളൊരു വാശിയിൽ കയറിയതാണ്. പിന്നീട് തോന്നി ജീപ്പിൽ പോകായിരുന്നെന്ന്. ഞാൻ വിചാരിച്ചു ഒരു കിലോമീറ്റർ നടക്കേണ്ടി വരുന്നുള്ളൂ. ഇതിപ്പോൾ 2 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു എനിക്ക് മുകളിലോട്ട് നടക്കാൻ. അത്യാവശ്യം നല്ല വെയിലും കൂടെ ആയതുകൊണ്ട് കേട്ടോ. ഞാൻ തളർന്ന് ഞാനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തില്ല. ക്യാമറയുടെ സ്റ്റിക്കും കയ്യിലുണ്ടായതുകൊണ്ട് വെള്ളം എടുക്കാതെയാണ് ഞാൻ കയറിയത്. ഒരുപാട് വെയിറ്റ് എടുത്തിട്ട് കയറിയാലും നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷേ ഇവിടുത്തെ വ്യൂസൊക്കെ അടിപൊളി കേട്ടോ, നല്ല രസമാണ്. ഇതിപ്പോൾ പകുതി ആയുള്ളൂ, ഇനിയിപ്പോൾ ടോപ്പിലെത്തണം.
നടന്ന് വാടിത്തളർന്ന് മുകളിലെത്തിയപ്പോൾ ഒരു കട കണ്ടു. ഒരു സംഭാരം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു ചേച്ചി ഈ തേൻ നെല്ലിക്ക വാങ്ങിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരെണ്ണം കഴിക്കാൻ പോനെയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്ന് ഞാൻ അതും കഴിച്ച് ഒരു സംഭാരം കുടിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കയറി. ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് ഫൈനൽ വ്യൂ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട്. അതൊന്നും നോക്കിയില്ല, കണ്ണുടച്ചങ്ങ് ഓടിക്കയറി. പിന്നെ ഇതാണ് പിന്നെ അടിപൊളി വ്യൂസായിരുന്നു ഇവിടെ, അടിപൊളിയായിരുന്നു. എനിക്ക് ഇത് കയറുമ്പോൾ എനിക്ക് മലയാറ്റൂർ കയറിയ ഒരു ഓർമ്മയായിരുന്നു പെട്ടെന്ന് വന്നത്. പക്ഷെ അടിപൊളി വ്യൂസായിരുന്നു കേട്ടോ. അങ്ങനെ വ്യൂസൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴാണെങ്കിലും കയറുമ്പോഴാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ടി വരും. കാരണം ഒന്ന് കാല് തെറ്റിയാൽ മൊത്തം കല്ലാണ്. തല എന്തായാലും ഇടിക്കും, നല്ല പരിക്ക് പറ്റും. അപ്പോൾ പോകുന്നവരാണെങ്കിലും ശ്രദ്ധിക്കുക. പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഇനിയിപ്പോൾ നേരെ എറണാകുളത്തോട്ട്. ഇപ്പോൾ ആകെ ഞാനൊരു സംഭാരം 2 വെള്ളം കുടിച്ചതേ ഉള്ളൂ. അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ കയറി. നല്ല വിശപ്പായിരുന്നു, ഒരു ബിരിയാണി കഴിക്കാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. ടൈം ഏകദേശം വൈകിട്ടായി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പം നമുക്ക് തൽക്കാലം പിരിയാം. ബൈ.